ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ ASMന്റെ സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞു. ഇന്നലെയായിരുന്നു എനിക്കും എക്സാം. അപ്പോൾ വന്നപ്പോൾ കുറച്ച് ടയേർഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ട് ഇടാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതും ഞാൻ പറയാം. അപ്പോൾ ഞാൻ ജനറലായിട്ട് ശരിയുള്ള ചോദ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു കാര്യം മനസ്സിലാക്കണം, ഫൈനൽ ആൻസർ കീ വരാതെ നമുക്ക് ഒരിക്കലും മാർക്ക് കൃത്യമായിട്ട് എന്താണ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എത്രയും ഇപ്പോൾ കൂടുതലാണെന്ന് വിചാരിച്ചാലും അതൊക്കെ മാറാൻ ആ ഒരു ഫൈനൽ ആൻസർ കീ മതി. ആക്ച്വലി എന്താണ് ഇപ്പൊ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിൽ തന്നെ ശരിയായ ഉത്തരം ഫൈനൽ ആൻസർ കീയിൽ തെറ്റായി. ഡിലീറ്റ് ആയി പോകേണ്ട ക്വസ്റ്റൻ ഡിലീറ്റ് ആയില്ല. എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ റാങ്ക് മേക്കിംഗ് ആകുന്ന ചോദ്യങ്ങൾക്ക് ശരിക്കും കറക്റ്റായിട്ട് ഉത്തരം കിട്ടേണ്ടവർക്ക് എന്താണ് അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അതിൽ ചെയ്തു കേട്ടോ. ആക്ച്വലി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അത്. ആക്ച്വലി ഇൻജസ്റ്റിസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം പഠിക്കുന്നവർക്ക് അത് വളരെയധികം നെഗറ്റീവായി ബാധിക്കും. ഒരു കൂട്ടം പേർക്ക് കൂടുതൽ മാർക്കും ഒരു കൂട്ടം പേർക്ക് വളരെയധികം കുറവ് മാർക്കും അതുകൊണ്ടെത്തി. സോ അത് നല്ലവണ്ണം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ ഈ പഠിക്കാതിരുന്നാൽ പോലെ എന്തിനത് എഴുതി സമയം കളയണം. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു ആദ്യം എനിക്കും വിഷമം ഉണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പടി അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവിടെ അതിനേക്കാളും വലിയ പ്രതിബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനപ്പുറം ചാടിക്കിടക്കാൻ ശ്രമിക്കണം അല്ലേ. അപ്പോൾ അത്രയും മാർക്ക് മേടിച്ചുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആ ഒരു 70ക്കും 80ക്കും ഇടയിൽ മേടിക്കുന്നത് കൊണ്ടല്ലേ ഒരു ചെറിയ ഡിലീഷനോ ചേഞ്ചോ ഒക്കെ വരുത്തി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബാക്കോട്ട് പോകുന്നതും കട്ട് ഓഫ് നമുക്ക് മറികടക്കാൻ പറ്റാതെ പോകുന്നതും. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ, 80ന് മുകളിൽ മേടിക്കാൻ ശ്രമിക്കുക. അതാണ് ഈ ആകെ ചെയ്യാനുള്ള വഴി. അതായത് നമ്മളൊരു 100ൽ 100 എന്തായാലും നമുക്ക് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡിലീഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഇടുന്നതിൽ, അതുപോലെ ആൻസർ ചേഞ്ചുകൾ ഉണ്ടാവും. നമുക്കത് അപ്രാപ്യമായ കാര്യമാണ്. അപ്പോൾ 80 എബോവ് സ്കോർ ചെയ്യാന്നുള്ള ടാർഗറ്റിൽ ഇനി പഠിക്കുക എല്ലാവരും. എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം. നമ്മൾ ടാർഗറ്റ് ചെയ്യുക 80 എബോവ് സ്കോർ ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 75ന് മുകളിലെങ്കിൽ എത്തും. അപ്പോൾ ഞാൻ പഠിച്ച ഗുണപാഠം അതാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു എക്സാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും റിസ്ക് എടുക്കേണ്ടത് എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെയധികം നമ്മൾ ബാക്കോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ എക്സാം. ജനറലി എല്ലാവരും പറയുന്നത് ടഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, മിക്കവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു 55+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് പേപ്പർ ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഓരോ ഡിസ്ട്രിക്റ്റിനും അതിൻ്റെതായ ഒഴിവുകളുടെ എണ്ണം, എത്ര പേര് അറ്റംപ്റ്റ് ചെയ്തു, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനൊരാളല്ല. പലരും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ടൊന്നും വരാറില്ല ചിലരുടെ ഒക്കും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത കട്ട് ഓഫ് ആയിരിക്കും മേ ബി അവർ പറയാം. ഇപ്പൊ ഏറ്റവും നല്ലത് കട്ട് ഓഫിനെ കുറിച്ചൊന്നും നമ്മൾ ബോധമുണ്ടാവണ്ട. ഇന്നലെ എഴുതി, നമ്മൾ പരീക്ഷ എഴുതി, അതവിടെ കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, ഉത്തരങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പലരുടെയും വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു 80ന് മുകളിൽ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് എന്തൊരു ഡിലീഷനോ ചേഞ്ചോ ആൻസർ കീയിൽ എന്തെങ്കിലും വ്യത്യാസം ഒന്നും വന്നു കഴിഞ്ഞാൽ നമ്മളധികം ബാധിക്കില്ല. ആ തരത്തിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് PSC പരീക്ഷകളിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം. എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു അതൊന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് ഇപ്പോൾ 60+ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 60+ എന്നോ അല്ലെങ്കിൽ 65+ ആണെങ്കിൽ അങ്ങനെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ. ഞാൻ പറയാം, ഇതിൽ ധാരാളം പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതുപോലെ ആൻസർ കീ പ്രൊഫഷണൽ കീയിൽ തെറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏതാണ് ചോദ്യം? ഇത് ആക്ച്വലി ബഗ്ലിഹാറാണ് കറക്റ്റ്. അത് തെറ്റിച്ച് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതെ നമ്മൾ SCERT പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ആ ബോക്സിൽ നിന്ന് എന്തായാലും ചോദിക്കും, അത് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത കേട്ടോ ഞാൻ ഓർത്തത്. SCERT പഠിക്കാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫയറിൽ ഞാൻ പറഞ്ഞു, നൊബേലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം, അതിന്റെ ഉള്ളിലുള്ള സെന്റൻസ് അരിച്ചു കീറി പഠിക്കണം, അതിൽ നിന്ന് ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബജറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ്, അത് ഞാൻ ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറഞ്ഞു. ഓപ്പറേഷൻസിന്റെ ഭാഗം ശ്രദ്ധിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ഫുൾ സ്കോർ ചെയ്യാം. കേരള ഗവേണൻസ് അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ആക്ടിൽ നിന്ന് കുറേ സെക്ഷനുകൾ ഉണ്ടായിരുന്നു. സെക്ഷനുകൾ പറയുകയാണെങ്കിൽ കുറച്ച് എന്താ പറയാ, നല്ലോണം നോക്കിയിട്ടുള്ളവർക്കേ അത് കിട്ടുള്ളൂ കേട്ടോ, സെക്ഷൻ വെച്ചിട്ട്. അത് ഉള്ളവരാണെങ്കിൽ ഓക്കെ, അത് സെറ്റാണ്. പിന്നെ ഈ വയോജനം സംബന്ധിച്ചിട്ടുള്ള ഞാൻ കറണ്ട് അഫയർ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതോ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് സുരക്ഷാനയമല്ല, സുരക്ഷായനമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം വെച്ചിട്ട് തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇതിൽ ബാക്കിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചിലതൊക്കെ ഈ കറണ്ട് അഫയർ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് ടെൻഷൻ ആകും. അറിയുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി നൊബേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് അറിയുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊക്കെ അത്യാവശ്യം ടഫ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ മൊത്തത്തില് എന്താ പറയാ, നമ്മള് ഈ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് ഒരു
90 അബവ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 90 അതിൽ കുറച്ചൊക്കെ തെറ്റ്. അപ്പോൾ ഞാൻ പ്രൊവിഷണൽ ആൻസർക്ക് ഞാൻ ശരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവർ തെറ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട്. ചിലതിന് 2 ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇതൊക്കെ മാറും. നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് ഒന്നും ആയിരിക്കണം എന്നില്ല കേട്ടോ. അത് ആദ്യമേ പറയട്ടെ. നമ്മൾ സേഫ് ആണെന്നും വിചാരിക്കേണ്ട. ആക്ച്വലി എന്താണ് എനിക്ക് ആകെ ഒരു വിഷമമുള്ളത് എന്താണ് എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ, അത് എൻ്റെ സ്ഥിരമുള്ളൊരു ഇതാണ്. ആ ഒരു ഇതിലെത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു പോകും. ഇപ്പം ഞാനും പറയാറുണ്ട് നിങ്ങളോട് കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കണം എന്ന്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ എനിക്ക് ചിലതൊക്കെ എങ്കിലും അങ്ങനെ പറ്റും. അറിയുന്നതായിരിക്കും. പക്ഷെ ഞാൻ പറയില്ലേ എന്തൊക്കെയോ നമ്മുടെ ആ ഒരു കൂടെയുള്ള ഒരു അൺലക്കി ഫാക്ടർ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം എനിക്ക് അതിലൊരു റിഗ്രറ്റ് ഉണ്ട്. അല്ലാത്തൊന്നും ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത് 73 പോയിന്റ് സംതിങ് ഓർ 74, അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പ്രൊവിഷണൽ വെച്ചിട്ടല്ല നോക്കിയിട്ടുള്ളത്. പിന്നെ അറിയില്ല ഇനി ഇതിൽ എത്ര ഡിവിഷൻ പോകും ക്വസ്റ്റ്യൻസ്, എത്ര ആൻസർ ചേഞ്ചുകൾ വരുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് സേഫ് ആയിട്ടൊന്നും കരുതാൻ പറ്റില്ല. കുറയാം, ഇനി എന്തെങ്കിലും ഡിലീഷൻ ആണെങ്കിൽ അതിനനുസരിച്ച് മാറാം, കൂടാൻ കുറയാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടിയാലും അത് നിങ്ങളുടെ എഫേർട്ടിന്റെ ബലമാണ്. ഓക്കെ, അതിപ്പോൾ ഒരു 60+ ഒക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾ നേടിയതാണ്. ബാക്കിയുള്ളത് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഇതിൽ മിസ്റ്റേക്സ് കൊണ്ട് മാറുന്നത് നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതെ ആക്ച്വലി അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിന്റെ ആ ഒരു ഇതാണത്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആഗ്രഹിക്കാം നല്ല രീതിയിൽ ഒരു കട്ട് ഓഫ് അത്യാവശ്യം എല്ലാവർക്കും ഓക്കെ ആകുന്ന തരത്തിൽ ഒരു കട്ട് ഓഫ് ആയിക്കോട്ടെ. ഒരു 63+ ഒക്കെ ആണെങ്കിൽ ഓക്കെ, 64+ അങ്ങനെയൊക്കെ ആവട്ടെ നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, 70+ ഒന്നും പോകില്ല എന്ന് വിചാരിക്കുന്നു, അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് ജസ്റ്റ് റഫായിട്ട് നോക്കി. ഇതൊന്നും ഫൈനൽ ആകില്ല കേട്ടോ. അതൊന്നും ഞാൻ ആദ്യമേ പറയാം. ഈ മാർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി വെക്കുന്നത് വെറുതെയാണ്. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കാൻ, ചിലപ്പോൾ ചിലർക്ക് സന്തോഷം ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. പക്ഷെ എന്താണ് എന്തെങ്കിലും ചലഞ്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചലഞ്ച് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് അല്ലാത്ത കാര്യങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ അധികം കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക്, കറക്റ്റായ ഉത്തരം ചെയ്തവർക്ക് അത് വളരെയധികം ബാധിക്കും. ഓക്കെ, ഒരു മാർക്കാണെങ്കിൽ പോലും അതിന് അത്രയും അധികം വിലയുണ്ട്. അത് ഓരോ റാങ്ക് നിർണ്ണയിക്കുന്നതിലും നമ്മളുടെ എന്താണ് നമ്മുടെ പഠിക്കുന്നതിലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ എക്സാമിലും നമുക്ക് കിട്ടുന്ന പൊസിഷനിങ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വളരെയധികം നമ്മളെ ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് എത്തിക്കും. അപ്പോൾ ചലഞ്ചിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എന്താണ് ജെനുവിൻ ആയിട്ടുള്ളത് ചെയ്യണം എന്നാണ് എനിക്കിത്. പിന്നെ എന്തുകൊണ്ട് PSC ആ ചലഞ്ചിങ് അത് ഇതാണോ എന്ന് നോക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് എന്തായാലും ഒരു ചോദ്യം നമ്മൾ ഇടുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ചോദ്യം ഇടുമ്പോൾ എന്തായാലും അതിനൊരു ഉത്തരവുണ്ട് അല്ലെ. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തെങ്കിലും വേറൊരു സോഴ്സ്, നമ്മളൊരു സോഴ്സ് വെച്ചിട്ടാണല്ലോ പറയാ ഇതിൽ ഇങ്ങനെയാണ് ഉത്തരം ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ചലഞ്ച് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമ്മളത് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം അത് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു ഇതിന്റെ ആൻസർ കീയിൽ തന്നെ അവർ തെറ്റായ ഒരു ഉത്തരം ശരിയാക്കി എടുത്തു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ദൈവത്തിന്റെ ഒരു ഇതുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ. ശരിയായ ഉത്തരങ്ങൾക്ക് ശരിയായ ഇത് തന്നെ കിട്ടട്ടെ. അത് ചെയ്തവർക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. ഇത് അത്രയും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിക്കോട്ടെ. ഓക്കെ, പിന്നെ ചില്ലറ മിസ്റ്റേക്സ് നമുക്ക് ഡിവിഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഓരോരുത്തരുടെ എന്താ പറയാ, നമുക്ക് അതിലൊന്നും പറയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടാർഗറ്റ് ഇനി 80 എബവ് മാർക്സ് മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു തരത്തിൽ നമ്മൾ ബാക്കോട്ട് വീഴില്ല, നല്ലൊരു റാങ്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി എഴുതാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 80 എബവ് ടാർഗറ്റ് ചെയ്ത് ശ്രമിക്കുക അങ്ങോട്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡിലീഷനും ആൻസർ ചേഞ്ചുകൾ ഉണ്ടായാലും നമ്മളൊരു 75 അല്ലെങ്കിൽ ഒരു 72 80 ഇടയിലൊക്കെ നിൽക്കും. ഇപ്പൊ തന്നെ ഇതിൽ കുറേയധികം മാറ്റങ്ങൾ വരാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാനത് എടുത്തൊന്നും പറയുന്നില്ല. കാരണം പലതും പറയുന്നുണ്ട്. ഇത് പോകാം. ഇനി ഇതൊന്നും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA ആണെങ്കിലും ലാബ് ആണെങ്കിലും നമ്മൾ വിചാരിച്ചതൊന്നും അല്ല അവർ ഡിലീറ്റ് ചെയ്തതും ആൻസർ ചേഞ്ച് നടത്തിയതും. ഓക്കെ, ജനറൽ ആയിട്ട് നമുക്ക് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഒരു ചോദ്യം പേപ്പർ കിട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്ത് ഇന്ന ചോദ്യം ആകാം എന്നൊന്നും പറയാത്തത്. പിന്നെ ആൻസർ ഒബ്വിയസ്ലി കറക്റ്റ് ആൻസർ ഉള്ള ഇപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഇതില് വരാത്തത് ഏതാണ്, അതൊക്കെ പക്ക ആൻസർ ഉണ്ട്. പക്ക ആൻസർ ഉള്ളത് ഓക്കെ എന്തായാലും മാറും ഫൈനൽ ആൻസർ കീഴില്. അപ്പോൾ അല്ലാത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 2 ഓപ്ഷൻസ് ശരിയായിട്ടുള്ളത്, അതിൽ എന്തായിരിക്കും ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പഠിക്കുന്നവര് നല്ലവണ്ണം എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്തോളുക, ശ്രദ്ധിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെയും എടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്നും കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേക്കൂട്ടോ, നല്ലതാണ്. ബാക്കിയൊക്കെ SCRT ടെക്സ്റ്റ് ബേസ് ചെയ്ത് കൂടുതലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ SCRT നല്ലവണ്ണം നോക്കിയിട്ടുള്ളവർക്ക് അത്യാവശ്യം സെറ്റ് ആകും. IT കുറച്ചും കൂടെ എന്താ പറയുക, ഒരു പഠിച്ചവർക്ക് മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇതിനെക്കുറിച്ച് ഐഡിയ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇതങ്ങനെയാണിത്. ഇതുവരെ അങ്ങനെ അധികം ഇത് ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു ആർട്സ് സ്പോർട്സ് ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ മലയാളം ആണെങ്കിൽ ചിലതിനൊക്കെ ഉത്തരം തന്നെ ഇല്ലാത്തതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു ചോദ്യം ഇടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം വേണ്ടേ. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ അത്രയും വിശ്വസിച്ച ഒരു കാര്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് അതിനൊരു സന്തോഷം കിട്ടുക അല്ലെ. അപ്പോൾ ആകെ കൂടെ എന്താണ് നമുക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും ഉള്ളൊരു വിഷമം അതാണ്. നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു വിശ്വാസം അർപ്പിച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇത് വേണമല്ലോ. എന്തെങ്കിലും ഇപ്പോ കാര്യമായ കാര്യത്തിൽ
നമുക്ക് മാർക്ക് പോയാൽ നമുക്ക് ഓക്കെ പറയാം. പക്ഷെ ഈ തെറ്റായ ആൻസർ കൊടുത്തിട്ട് മാർക്ക് പോയാൽ നമുക്കും അത് ദഹിക്കില്ല. ഓക്കെ, അപ്പൊ അതിന് മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം. ഇതിലങ്ങനെ ഇല്ലാതിരിക്കട്ടെ. ലാബ് അസിസ്റ്റന്റിന് സംഭവിച്ച പോലത്തെ സംഭവങ്ങൾ ഇതിൽ ഇല്ലാതിരിക്കട്ടെ. ഞാൻ അങ്ങനെ പറയുള്ളൂ. എന്തെങ്കിലും വരണ പോലെ വരട്ടെ. ഞാനിപ്പോൾ അതേ പറയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഈ ഒരു എക്സാം കഴിഞ്ഞു, അതവിടെ തീർന്നു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി നെക്സ്റ്റ് ലെവൽ, അതായത് നമ്മുടെ LGS, LDC, VFA ഈ എക്സാമിന് വേണ്ടി ഇപ്പോഴേ എല്ലാവരും നല്ലവണ്ണം നോക്കാൻ ശ്രമിക്കാം. പിന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാറായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ പറയാം വരുമ്പോൾ. എന്നാലും നിങ്ങൾ ഈ പഠനം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈം ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിനൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഈ ഒരു 2 ദിവസം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു ട്രാക്കിലോട്ട് എത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 80 എബോവ് ടാർഗറ്റ് ചെയ്ത് നിങ്ങളോട് പഠിക്കുക. നല്ല സൂപ്പർ ആയിട്ടൊന്ന് പഠിക്കുക. വരുന്ന എല്ലാ ചോദ്യപേപ്പറും ചെയ്ത് നോക്കുക. അതിൽ 80ന് മുകളിൽ എന്ന് നിങ്ങൾക്ക് കിട്ടി തുടങ്ങുന്നു, നിങ്ങൾ സെറ്റായി. അത് 80ന് മുകളിൽ കിട്ടിയാലേ നിങ്ങൾ ജയിക്കുള്ളൂ എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. നമുക്ക് സേഫ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിച്ചിരിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഓരോ പരീക്ഷയ്ക്കും അതിന് വരുന്ന കട്ട് ഓഫ് അനുസരിച്ചിരിക്കും നമ്മുടെ ഗതിവിഗതികൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മൾക്ക് ആശ്വാസത്തോടുകൂടി ഇരിക്കാനും എന്താണ് വേറെ എന്തൊക്കെ അവസാനത്തെ ആ ഒരു ഫൈനൽ ആൻസർ കീ മാറ്റം വന്നാൽ നമ്മളെ ബാധിക്കാതിരിക്കാനും ഏറ്റവും സേഫ് ആയിരിക്കേണ്ടത് ഈ മാർക്കാണ്. അപ്പൊ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? 70-നോ 80-നോ അല്ലെങ്കിൽ 70-75-ന് ഇടയിൽ നിൽക്കണേക്കാളും നമ്മൾ റിസ്ക് എടുക്കണ്ട. ഒരു 80 കണക്കാക്കി എടുക്കാം. നമ്മളൊരു 80 കണക്കാക്കിയാൽ നമുക്കൊരു 75-ന് മുകളിലെങ്കിലും കിട്ടണം. അത് ഉദ്ദേശിച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ശ്രമിക്കുക, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ താനത് വന്നോളും, ശരിയായിക്കോളും. അല്ലാണ്ട് 80 കിട്ടിയാലേ ജയിക്കുള്ളൂ എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഏകദേശം ഒരു 75-ന് മുകളിലൊക്കെ നമ്മൾ എത്തി തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഇത് തന്നെ എനിക്ക് സങ്കടം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഒരു 80 എബോവ് പോകേണ്ടതായിരുന്നു. പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് നമ്മുടെ എക്സാം പ്രഷറിന്റെ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, തിരിഞ്ഞു പോകാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. അതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും സംഭവിക്കാറില്ലേ? ഇപ്പോൾ പലർക്കും എന്താണ് അബദ്ധം കൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകാം. അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടൈമിൽ ചിലപ്പോൾ വീട്ടിലിരുന്ന ഒരു ഫുൾ അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്നത് നമ്മളൊരു എക്സാമിൽ ഇരിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാകാം. അങ്ങനെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റേജിലുള്ള എക്സാം ഉള്ളവരും ഏറ്റവും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തന്നെ ആഗ്രഹിക്കേണ്ടത് അധികം ഈസി ആയിട്ടുള്ള എക്സാമോ ആവണ്ട, അധികം ടഫ് ആയിട്ടുള്ള ഒരു എക്സാമോ ആവണം. അപ്പൊ അധികം ഈസിയും അധികം ടഫും ആകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കോ, കട്ട് ഓഫ് വളരെ കൂടും. വളരെ ടഫ് ആകുന്നത് നമുക്ക് ആ ഒരു എക്സാമിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെയധികം നമ്മൾ സ്ട്രെസ്ഡ് ആകും. ടഫായി തോന്നിക്കഴിഞ്ഞാൽ അറിയണതും കൂടെ ചിലപ്പോൾ തെറ്റിക്കാം. അങ്ങനെ ചിലപ്പോൾ നമ്മുടെ മാർക്ക് പറയും. അപ്പൊ ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ വരുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം അപ്പോൾ ഒരു എന്താണ് നമുക്ക് ഒരു ആ ലെവലിലായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എഴുതുന്നവർക്ക് നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നല്ലവണ്ണം സ്ട്രെസ് ചെയ്ത് നോക്കിക്കോ. നല്ല രീതിയിൽ ചോദിക്കും, ട്വിസ്റ്റഡ് ആക്കി കുറെ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങളെ ഇപ്പൊ തെറ്റിക്കാൻ പാകത്തിന്. അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. മിസ്റ്റേക്കുകളും ഉണ്ടാകാം, പറയാൻ പറ്റില്ല. അപ്പൊ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു പേപ്പർ നിങ്ങൾക്ക് കിട്ടട്ടെ. നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. ഈ ഒരു ആഴ്ച നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും ഇത് കണ്ടിട്ട് സ്ട്രെസ്ഡ് ആവട്ടെ. ഇപ്പൊ വളരെയധികം ടഫ് അല്ലേ, ഇപ്പൊ എന്റെയും ടഫ് ആയിരിക്കും, അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും പറയാം. അത് ഈസി ആവാം, ടഫ് ആവാം, ചിലപ്പോൾ ഒരു മീഡിയം ലെവൽ ആയിരിക്കാം. അപ്പൊ ഇന്നലെ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അതിനെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ അടുത്ത ഇതിനു വേണ്ടി ശ്രമിക്കാം. ഞാൻ പറഞ്ഞു, നമ്മളുടെ മുന്നിൽ ഒരു വലിയ തടസ്സം വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പിന്തിരിയുന്നതിനേക്കാളും നല്ലത് മറികടക്കാൻ നോക്കുക. നമ്മൾ നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ട് മറികടക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പൊ നമ്മളൊരു 65 നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ 65-നെയും ബീറ്റ് ചെയ്ത് 75-ലേക്ക് എത്താൻ ശ്രമിക്കണം. നമ്മൾ 75 നിൽക്കുകയാണെങ്കിൽ 75-നെയും ബീറ്റ് ചെയ്ത് 80-ൽ എത്താൻ ശ്രമിക്കണം. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ ദാറ്റ് നമ്മൾ അർഹിച്ച ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുക. ഓക്കെ, യാതൊരു നെഗറ്റീവ്സും അടിക്കേണ്ട ആവശ്യമില്ല. ഓരോ എക്സാം ഓരോ പ്രതീക്ഷയാണ്. ശരിയാണ്, ചിലപ്പോൾ നമ്മുടെ എന്താണ് ആ പ്രതീക്ഷയ്ക്കൊത്ത് എല്ലാം ഒത്തിണങ്ങണമെന്നില്ല. പക്ഷെ നമുക്കുള്ളത് നമ്മുടെ കയ്യിലെത്തേണ്ട ഒരു സമയം, ആ സമയത്ത് എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ഏതൊരു എന്താണ് നമ്മൾ പറയില്ലേ, എവറി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈൻ എന്ന് പറയുന്ന പോലെ ഏതൊരു പ്രതിസന്ധി അല്ലെങ്കിൽ എന്തൊരു മോശം കാര്യത്തിനും ഒരു നല്ല വശം എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് LGS അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ESM എക്സാം എഴുതുന്നവർക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ടിപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എന്താണ് നോക്കേണ്ടതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിരുന്നവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാട്ടോ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. എന്തൊക്കെ ചെയ്താലും എല്ലാവരും എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ചിലർക്ക് എന്താണ് അത് മനസ്സിൽ ഇരുന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആരുടെയും കുഴപ്പമില്ല. നമ്മളൊരു 50 മാർക്കിന് മുകളിൽ മേടിച്ചാലും നമ്മുടെ കഴിവ് തന്നെയാണ്. നമ്മളൊന്ന് എന്ത് ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു പടി നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരിക്കലും എന്താണ് അവന് കിട്ടി അല്ലെങ്കിൽ അവൾക്ക് കിട്ടി, എനിക്ക് എന്തുകൊണ്ട് കിട്ടത്തില്ല, എനിക്ക് ആ ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ എന്നുള്ള അങ്ങനത്തെ യാതൊരുവിധ കമ്പാരിസണും നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നടത്താതിരിക്കുക. കമ്പാരിസൺ ആണ് നമ്മുടെ മൈൻഡിനെയും നമ്മുടെ കഴിവിനെയും ഏറ്റവും വീക്കാക്കുന്ന കാര്യം. ഓക്കെ,
കാരണം ഒരാളുടെ സിറ്റുവേഷൻ അല്ല മറ്റൊരാളുടെ സിറ്റുവേഷൻ. ഒരാൾ കടന്നു പോകുന്ന കാര്യങ്ങളിലൂടെയല്ല മറ്റൊരാൾ കടന്നു പോകുന്നത്. ഒരാളുടെ ടാലന്റും സ്കില്ലും അല്ല മറ്റൊരാൾക്കുള്ളത്. സോ നമുക്ക് ഒരാളെയും മറ്റൊരാളുടെ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ അവന് റാങ്ക് കിട്ടി എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതൊന്നും വേണ്ട. നമ്മൾ നമ്മുടെ ബെസ്റ്റ് കൊടുക്കുക. നമ്മുടെ എന്താണ് ഇപ്പോൾ നമ്മൾ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക്, ഇപ്പം ഇന്നലെ കഴിഞ്ഞ എക്സാം ആണെങ്കിൽ അതെന്താണ് നമ്മൾ വരുത്തിയിരിക്കുന്ന മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്സിനെ വേണം നമ്മൾ ഇത് തിരുത്താൻ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ഇതിന് വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സെറ്റ് ഓഫ് എക്സാംസിന് വേണ്ടി തകർത്ത് പഠിക്കണം. അതിന് ഞാനും മാക്സിമം വീഡിയോസ് അതിനോട് റിലേറ്റ് ചെയ്തൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് നേടാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം 80-ന് മുകളിൽ അങ്ങനെ വിചാരിക്കുക കേട്ടോ. അങ്ങനെ വിചാരിച്ച് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.